ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ഈദ് ഡേ കേട്ടോ, പെരുന്നാൾ ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട്. അതുപോലെ ഇപ്പോഴാണെങ്കിൽ എൻ്റെ സൗണ്ട് പോയി കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ ഇടാൻ വൈകിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ദിവസം എടുക്കും കേട്ടോ. പിന്നെ അതുമല്ല, ഇവിടെ എഡിറ്റ് ചെയ്യുക പറഞ്ഞാൽ കുറച്ച് പണിയാണ്. എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബഹളമാണ്. ആ ബഹളമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ കേട്ടോ. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ. അപ്പോൾ തന്നെ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ വന്ന് കുറച്ച് നേരം നിൽക്കണം കേട്ടോ. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരമൊക്കെ പുലർന്ന് വരുന്നത് കാണാനും അതുപോലെ കിളികളൊക്കെ നല്ല ചുറ്റും നല്ല സൗണ്ട് ഉണ്ടാക്കും. അതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കാൻ കുറച്ച് നേരം എന്തോ ഒരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ. അതിങ്ങനെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് ചായ വെക്കാൻ വേണ്ടി പോകട്ടെ. ചായയല്ല, കാപ്പി. ഇന്ന് എന്തായാലും രാവിലെ ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ എണീക്കണേല്ലോ കേട്ടോ. അവരിനെയൊക്കെ ഞാൻ ഉണർത്തി വിട്ടിട്ട് ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറി കേട്ടോ. ഇനി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കാപ്പി വെച്ച് കൊടുക്കണം. നമുക്ക് പള്ളിക്ക് 7:30 രാവിലെ നേരത്തെ 7:30ക്കാണ് കേട്ടോ നമസ്കാരം, പെരുന്നാൾ നമസ്കാരം. അപ്പോൾ പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പള്ളിക്ക് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പള്ളിക്ക് പോയിട്ട് വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇന്ന് രാവിലെ പുട്ടും അതുപോലെ ഗ്രീൻ പീസ് കറിയാണ്. പിന്നെ തലേ ദിവസം രാത്രി തന്നെ കുതിർക്കാൻ വേണ്ടി കടല ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിക്കൻ കുറുമയാണ് കേട്ടോ വെക്കുക. നമ്മൾ നാളേക്ക് വേണ്ടി ചിക്കൻ വാങ്ങി വെക്കുമല്ലോ തലേ ദിവസം തന്നെ. അപ്പോൾ അതിന് കുറച്ച് എല്ലുകൾ ഉണ്ടാവില്ലേ, എല്ല് പീസ്, അതിങ്ങനെ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഉരുളൻകിഴങ്ങും ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് കുറുമയാണ് കേട്ടോ വെക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും അത് വേണ്ട പറഞ്ഞിട്ട് ഞാൻ ഗ്രീൻ പീസ് കുതിർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. പിന്നെ പുട്ടും, ആപ്പത്തിൻ്റെ മാവുണ്ട്. പക്ഷെ പുട്ട് വേണ്ടവർക്ക് പുട്ട്, ആപ്പം വേണ്ടവർക്ക് ആപ്പം. അപ്പം അതും കൂടിയാണ് കേട്ടോ. ഇന്നലെ തന്നെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചുകൊണ്ട് രാവിലെ നേരത്തെ കറികളൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇതാ സവാളയൊക്കെ ഞാനിതാ ഇതുപോലെ ഒരു ബോക്സിൽ അരിഞ്ഞിട്ട് ടൈറ്റാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ പണികളും എളുപ്പമായിരുന്നു. പക്ഷെ പെട്ടുപോയത് ഗ്യാസ് തീർന്നിട്ടാണ് കേട്ടോ. നമ്മൾ പള്ളിക്കൊക്കെ പോയി വന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഗ്യാസ് തീർന്നു പോയി. പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് പകുതി അടുപ്പിലാവുമ്പോഴത്തേക്കും ഗ്യാസ് കിട്ടുകയും ചെയ്തു കേട്ടോ. പക്ഷെ അതൊരു ഒന്നൊന്നര പെടലായിരുന്നു കേട്ടോ. പെരുന്നാൾ ദിവസമായിട്ട് തന്നെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ അവസ്ഥയായിരുന്നു. നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം പണികൾ വേഗമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു റെഡിയാക്കിയത്. പക്ഷേ ഈ ഗ്യാസ് നമ്മൾ ചതിച്ചു കേട്ടോ. പിന്നെ ഒക്കെ റെഡിയാക്കി എടുത്തു. അപ്പം ഞാനിതാ ഗ്രീൻ പീസ് കറി കുക്കറിലാണ് കേട്ടോ വെച്ചത്. ഉള്ളിയും തക്കാളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടുള്ളൂ. പിന്നെ ഞാൻ തേങ്ങ വറുത്തരക്കണയിലാണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർക്കാറ് കേട്ടോ. തേങ്ങ നല്ലപോലെ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി വെച്ചത്. അപ്പോൾ അതാ നമ്മുടെ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കാപ്പി ഒന്ന് കുടിക്കണം ചൂടോടെ. ബാക്കി കുട്ടികളിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അവർക്ക് വേണ്ട പാൽ ചായ, കാപ്പി അതൊക്കെ റെഡിയാക്കി കൊടുക്കണം. ഞാൻ രാവിലെ തന്നെ പായസം വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. എല്ലാം നേരത്തെ കൂട്ടി റെഡിയാക്കി വെച്ചത് കൊണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലപോലെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾ ദിവസം പായസം ഉണ്ടാക്കിയതാണെങ്കിൽ പായസം കൊളായി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പായസം ഉണ്ടാക്കാൻ വേണ്ടി പാലൊക്കെ കാച്ചിയതും അതങ്ങോട്ട് പിരുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിരുത്ത് പറഞ്ഞാൽ കേട് വന്നു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം പാല് വാങ്ങി കാച്ചി പായസം വെക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. സേമിയ പായസമായിരുന്നു. അപ്പോൾ അത് കാരമൽ ചെയ്യാൻ വേണ്ടി വെച്ചതിലാണ് എനിക്ക് കുറച്ച് പണി കിട്ടിയത്. സംഭവം നമ്മൾ അടുപ്പിലാണ് ചെയ്യും കൂടെ ചെയ്തത് കേട്ടോ. പിന്നെ ഇപ്പം പാത്രത്തിൻ്റെ കുഴപ്പമായിരുന്നു, ഇനിയിപ്പോൾ പാല് കേടുവന്നാണോ എന്ന് അറിഞ്ഞില്ല. പക്ഷെ പായസം ഉണ്ടാക്കിയത് കുറച്ചങ്ങോട്ട് കൊളായിപ്പോയി. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പായസം വെച്ച്. പിന്നെ ഗ്യാസ് ഇല്ലാത്ത അവസ്ഥ അറിയാമല്ലോ. ഗ്യാസ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണികളും മുടങ്ങിയ അവസ്ഥയാണ് അടുക്കളയത്തെ. അപ്പോൾ നമ്മൾ അടുപ്പിലാണെങ്കിലും കൂടെ നമ്മുടെ ആവശ്യാനുസരണം തീ കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തേക്കായിരുന്നു. പക്ഷെ ഫുഡൊക്കെ 12 മണിയാകുമ്പത്തേനും എല്ലാം റെഡി ആയിട്ടോ. അപ്പോൾ അടുക്കളയത്തെ കുറച്ച് പണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങയും കൂടെ വറുത്തരച്ചിട്ട് അതിൽ ചേർക്കാനേ ഉള്ളൂ. കടലയൊക്കെ വെന്ത് വന്നു. അപ്പോൾ ഉമ്മ പള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇക്കയും കുട്ടികളാണ് പോയത്. അപ്പോൾ ബാക്കി ഉമ്മ പറഞ്ഞു ഞാൻ ചെയ്തോളാം, നീ പോയിക്കോ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി പള്ളിക്ക് പോയിട്ടോ.
അങ്ങനെ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു. നമുക്കവിടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ ബോട്ടിൽ വെള്ളങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ ചൂടും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങളുടെ പരിചയമുള്ളവരിനോടും എല്ലാവരിനോടും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഓരോ ജിലേബിയും കൂടെ കിട്ടിയിട്ടാണ്. ഞങ്ങൾ വീട്ടിൽ വന്ന് പുട്ടും കടലക്കറിയും കൂടെ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അത്തയും ഉമ്മയും ഞങ്ങളും കുട്ടികളും ഇത്താദിയും ഇക്കാൻ്റെ ഏട്ടനും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വന്നതും എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പറ്റില്ല. നമ്മൾ പിന്നെ അടുക്കളയിൽ പണിക്ക് കയറി കഴിഞ്ഞാൽ ആ ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പണിയെടുത്താണ്ടല്ലോ ആകമൊത്ത അഴുക്കും എണ്ണമുഴുക്കൊക്കെ ആവും. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പിന്നെ കിച്ചണിൽ കയറിയിട്ടോ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ഫോട്ടോസൊക്കെ വേണ്ടത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ മന്തിക്കുള്ള റൈസ് കുതിർക്കാൻ വേണ്ടി ഇടണം. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് മന്തി റൈസ് വാങ്ങിച്ചു. അതിലെന്തോ ഒരു വ്യത്യാസം പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഈ ഡൗട്ട് കൊണ്ട് ഇങ്ങനെ അരി നോക്കുന്നത് കേട്ടോ. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കുതിർക്കാൻ വേണ്ടി ഇടണമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ഇടാൻ വിചാരിച്ചു. പിന്നെ ഒരുപാട് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കത് പണി കിട്ടും. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടു. ചിക്കൻ പിന്നെ ഇന്നലെ തന്നെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചു കേട്ടോ. പുറത്തെടുത്ത് വെച്ചപ്പോൾ അത് അങ്ങോട്ട് കട്ടയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിൽ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. മാഗി ക്യൂബ് ഇന്നലെ കിട്ടാത്തതുകൊണ്ട് അത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ തേച്ചിട്ട് നല്ലപോലെ പിടിപ്പിച്ച് കുക്കറിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തത്. മസാലയൊക്കെ നല്ലപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്താണ്ടല്ലോ എളുപ്പത്തിൽ നമുക്ക് മന്തി ഉണ്ടാക്കാം കേട്ടോ. ആ ഒരു മസാല ഗ്രേവി നമ്മൾ ദമ്മിടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ചിക്കന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പായസത്തിനുള്ള സേമിയ വറുക്കുമ്പോഴാണ് ഗ്യാസ് തീർന്നത് അറിഞ്ഞത് കേട്ടോ. നേരെ തന്നെ അതങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞങ്ങൾ പാല് കാച്ചാൻ വേണ്ടി വെച്ചത്. പക്ഷെ അത് ഈ ഒരു പാത്രത്തിൻ്റെ കുഴപ്പമാണോ ഇനിയിപ്പോൾ പാല് കേടുവന്നാണോ എന്ന് അറിയില്ല കേട്ടോ. സംഭവം പാലങ്ങോട്ട് പിരുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ 2ാമത്തെ പ്രാവശ്യം പായസം വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ മന്തി റെഡിയാക്കി എടുത്തു കേട്ടോ. കാരണം നമ്മൾ കുക്കറിലാണ് ചിക്കൻ വേവിച്ചെടുത്തത്. അത് ബാക്കി ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ഗ്രേവിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്ത് റൈസ് നമ്മൾ അടുപ്പിലാണ് കേട്ടോ വേവിച്ചെടുത്തത്. നമ്മൾ രാവിലെ തന്നെ അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ല ചൂടായ വെള്ളമുള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ റൈസ് ഒരു 3/4 വേവ് ആക്കി എടുക്കുകയും കൂടെ ചെയ്തു. ചിക്കനൊക്കെ ഷാലോ ഫ്രൈ ചെയ്ത് അതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ദമ്മിടണം. ഒരു 10 മിനിറ്റ് തീയൊക്കെ മാറ്റിയിട്ട് ആ ഒരു കനലിലാണ് നമ്മൾ ഇടുക. അതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ കോഴിക്കറിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ. ഇനി അതും കൂടെയാണുള്ള പണി. പിന്നെ കുറച്ച് തൈര് ചട്നി ഉണ്ടാക്കണം. ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാറുണ്ടാവും. കാരണം ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മന്തിയാണ് കേട്ടോ. അതും ഈ പുറത്തുനിന്ന് വാങ്ങണതിനെക്കാട്ടിയും കുറച്ച് സ്പൈസി മസാല രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മന്തി ഉണ്ടാക്കുന്നത് വീഡിയോ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ദമ്മിടാൻ വേണ്ടി മാറ്റി വെക്കും കേട്ടോ. അത് കഴിഞ്ഞതും ഞാൻ അടുക്കളയ്ക്ക് ഓടി വന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടാണ്. ചിക്കൻക്കുള്ള ഗ്രേവിയൊക്കെ നമ്മൾ കുക്കറിൽ തന്നെ വഴറ്റിയെടുത്തു. കുക്കറിലാണ് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയത്. അതുപോലെ നെയ്ച്ചോറ് തൊട്ടപ്പുറത്ത് വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചതിൽ അരി ഇട്ടിട്ട് അതും അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ തേങ്ങ അരക്കാത്ത ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കിയത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. മന്തിക്ക് പിന്നെ നമുക്ക് ഗ്രേവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി കുറച്ച് മയോണൈസും കൂടെ അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡിയായി, നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ ചിക്കൻ മന്തി ഉണ്ടല്ലോ അതും റെഡി ആയിട്ടോ. സമയം 12:30 ആകുമ്പോഴത്തേനും നമ്മുടെ ഫുഡ് പരിപാടികളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക, കുറച്ച് നേരം സംസാരിച്ചിട്ടിരിക്കുക, പാട്ട് കേൾക്കുക, എന്തെങ്കിലുമൊക്കെ ടി വിയിൽ സിനിമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക, കുറച്ച് പായസം കുടിക്കുക, ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങുക. ഞാൻ ഒന്ന് ഉറങ്ങി എണിച്ചിട്ടാണ് കേട്ടോ പായസം കുടിച്ചത്. നല്ല ഒരു ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു അടുക്കളയത്തെ പണികളും പിന്നെ രാവിലെ നേരത്തെ എണിച്ചത് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് കുറച്ച് എടുത്ത ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.